படம் நல்லா இருந்துச்சு ப்ரோ. இட்ஸ் அ ஃபேண்டசி மூவி. ஓவரால் இட்ஸ் அ குட் மூவி. அர்ஜுன் ஜீவா ஆக்டிங் ஓகே, அம்மா சென்டிமெண்ட் கொண்டு வந்திருந்தாங்க. அப்புறம் இட்ஸ் அ குட் ஃபேண்டசி மூவி, ஃபீல் குட் மூவி, வாட்சபிள், ஒன் டைம் வாட்சபிள் மூவி தான். நல்ல மூவி தான். ஜீவாவோட கம்பேக் கண்டிப்பாக இருக்கும். குட் மூவி. പടം പൊളി പടമാണ്, കാണാൻ പറ്റില്ല, കൊല്ലൂല. എല്ലാവരും ഉണ്ട്. പടം മൊത്തം പോറ് തന്നെ, ത്രില്ലിംഗ് ആയിട്ട് ഒന്നുമില്ല. ഇല്ല പോറ്, ഭയങ്കര പോറ്. കണ്ടിരിക്കാനൊന്നും പറ്റൂല. പടം ഭയങ്കര പോറ്, വേറെ കാണാൻ പറ്റൂല. അങ്ങനെ ഒന്നുമില്ല, സീരിയൽ പോലെ പോകണം, അത്രേ ഉള്ളൂ. പടം പോകൂല, ഭയങ്കര പോറ്. വേസ്റ്റ്, ഉറക്കം വന്നു, വേസ്റ്റ്. ഹൊറർ മൂവി, പണ്ടത്തെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കഥ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. കണക്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല. ആവറേജ് മൂവിയാണ്. അർജുൻ ഫ്ലാഷ് ബാക്കിലുള്ളതാണ് കഥാപാത്രം. നന്നായിട്ടുണ്ട്. മറ്റേ സിദ്ധവൈദ്യത്തിൻ്റെ തീമാണ്. തമിഴ് ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഇല്ല, കുഴപ്പമില്ല, ആവറേജ് മൂവി. ഹലോ, അങ്ങനെ അഗത്യ കണ്ടു. തമിഴ് സിനിമയാണ്. 28-ാം തീയതി റിലീസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇന്നാണ് കാണാൻ സമയം കിട്ടിയത്. IMDbയുടെ റേറ്റിംഗ് കണ്ടിട്ടാണ് ഞാൻ വന്ന് കാണാൻ വന്നത്. പക്ഷേ പടത്തിൻ്റെ സ്റ്റോറി കൊള്ളാം, പക്ഷേ സ്ക്രീൻ പ്ലേ മോശം, ഡയറക്ഷനും മോശം. PA വിജയാണ് ഇതിൻ്റെ ഡയറക്ടർ. കുറേ താരങ്ങളുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അർജുനാണ്. അർജുൻ്റെ ആക്ടിങ് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷേ ബാക്കിയെല്ലാം വളരെ ബോറായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പടം. പിന്നെ മെയിനായിട്ട് വന്നത് റാഷി ഖന്നെ കാണാനാണ്. റാഷി ഖന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആക്ടിങ് പോരാ. നല്ലൊരു ത്രെഡായിരുന്നു. പണ്ടത്തെ സിദ്ധന്മാരൊക്കെ കണ്ടുപിടിച്ച മരുന്നുകളെ കുറിച്ചിട്ടുള്ള സിനിമയാണ് അത്. ബോൺ ക്യാൻസറിനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു. പക്ഷേ അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പടത്തിൻ്റെ VFX കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ബറോസാണ് ഓർമ്മ വന്നത്. ആ ഒരു പ്ലോട്ടാണ് അവസാനത്തെ മറ്റേ ആ ഫൈറ്റിംഗ് ഒക്കെ കണ്ടില്ലേ, സെയിം ആണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഹൊറർ ഫീലിംഗ് ഒന്നും തോന്നിയിട്ടേ ഇല്ല, ഫാൻറ്റസിയും തോന്നിയിട്ടില്ല. അർജുൻ, ജീവ, രാശി അല്ലാതെ പിന്നെ നമ്മുടെ ഗിന്നസ് പക്രു അങ്ങനത്തെ കുറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു പടത്തിനകത്ത്. പക്ഷേ പോരാ. യുവൻ ശങ്കരാജയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ സിനിമാറ്റോഗ്രഫി കുറച്ചും കൂടെ നന്നാക്കായിരുന്നു ഇവർക്ക്. അപ്പോൾ അകത്തെ ഞാൻ 5-ൽ 1 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ. കുഴപ്പമില്ല, ക്ലൈമാക്സ് പോരാ. കാഞ്ചനൊക്കെ പ്രതീക്ഷയാണോ വന്നത്? അങ്ങനത്തെ ഒരു പടം നോക്കി വന്നു, പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. കോമഡി ഒന്നുമില്ല, കോമഡി ഒന്നും വരച്ചില്ല. അത്രയ്ക്ക് വലിയ പടമൊന്നും അല്ല, വൺ ടൈം വാച്ചബിളാണ്. അർജുൻ്റെ ക്യാരക്ടറൊക്കെ ഉള്ള. ക്ലൈമാക്സ് പോരാ, ഹൊററൊന്നും ഫീൽ ചെയ്തില്ല. ഒരു ഫാൻറ്റസി മോഡൽ എടുത്തേക്കുന്നു, പോരാ, എനിക്കിഷ്ടപ്പെട്ടില്ല. ഒരു 7-8 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല, ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കുക. ക്ലൈമാക്സൊക്കെ ഒരു ഇഷ്ടപ്പെട്ടില്ല. കുഴപ്പമില്ല, ഒരു ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക, അത്ര തന്നെ. വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കുക. അഭിനയമൊക്കെ നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ള അഭിപ്രായം എനിക്കറിയത്തില്ല. എൻ്റെ നോർമലി പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ടില്ല. കണ്ടിരിക്കുക, അല്ലാണ്ട് എനിക്ക് വലിയ ഫീലൊന്നും ചെയ്തില്ല. ഈ ക്ലൈമാക്സൊക്കെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒരു മോഡൽ ചെയ്ത പോലെ തോന്നി.